ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ബ്രെഡും മുട്ടയും കൊണ്ടൊരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനിവിടെ 2 മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് പറയുന്നില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. കാരണം ബ്രെഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ എണ്ണവും അതനുസരിച്ച് നമുക്ക് കൂട്ടാം. 2 മുട്ട എടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞു വെച്ചത്, ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാള അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായി അരിഞ്ഞു വെച്ചത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. സവാള ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രമാത്രം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് ഈ മുട്ടയുടെയും അതുപോലെ തന്നെ സവാള, മല്ലിയില അതിൻ്റെയൊക്കെ അളവ് കൂട്ടിയെടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് പോരായ്കയുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പൊടികളുടെ അളവായാലും നമ്മൾ മുട്ടയും ബ്രെഡും എങ്ങനെയാണ് എടുക്കുന്നത് അതനുസരിച്ച് വേണം അളവ് കൂട്ടാനായിട്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അധികം എരിവിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് പൊടികൾ കുറച്ചിടുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാൻ വെച്ച് അതിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ ബട്ടർ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഓയിലാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു പീസ് ബ്രെഡ് ഈ മിക്സിലേക്ക് മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ മുട്ടയുടെ കുറച്ച് മിക്സ് ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ മൊരിയണം. ഇപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറിച്ചിട്ട ഭാഗത്തു കൂടി ഈ മുട്ടയുടെ മിക്സ് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ 2 സൈഡിലും ഞാൻ ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2-3 സെക്കൻഡിന് ശേഷം വീണ്ടും ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ സ്പൈസി ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.